ഋതു, ആമി, നിലു മൂന്നാളുടെ ഫ്രണ്ട്ഷിപ്പ് കഥയാ. നിത്യേ ജീത് നിത്യേ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. ഇങ്ങെന്താ നാട്ടുകാർ മുന്നിൽ ഞങ്ങളെ കുറവാക്കണ്ട പരിപാടി എനിക്ക്. എന്തായിരുന്നു ഇനി പുറയില് നടക്കുന്ന സംഭവം അല്ല യൂട്യൂബിൽ എടുത്തിട്ടിക്ക്. പിന്നെ അയിലേന്റെ അകത്ത് മാങ്ങ വെച്ചിട്ടിട്ട് തേങ്ങ അരച്ച കറി വെച്ചിക്ക് പോലെ, പിന്നെ കേബേജിന്റെ ഉപ്പേരി വെച്ചിക്ക്. എന്തെല്ലാം ഓരോരുത്തർ എന്നോട് ചോദിക്കുന്ന, കുടുംബശ്രീക്ക് പോയിട്ട് എല്ലാവരും എന്നെ പറയുന്നത് സുയിപ്പാക്കി ചിരിക്കും നടന്ന്. പിന്നെ റോട്ടുമ്പോ നല്ല എന്നോട് മൂന്നാലാള് ചോദിച്ചു യൂട്യൂബിന്റെ അകത്ത് എന്ത് നിങ്ങളെ മോന്റോളം എടുത്തിട്ടെന്ന് ചോദിച്ചിട്ട്. കുട്ടുങ്ങ് വരട്ടെ അടക്ക്, ഞാൻ വരുന്നത് ഓൻ പറഞ്ഞിട്ട് എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാം. അടക്ക് ഇഞ്ചി എല്ലാ കളിയും ഒരു യൂട്യൂബ് ഇടും ഒരു കളിയും. അമ്മ അതിന് ഞാൻ ആരുടെ തുണിയില്ലാത്ത വീഡിയോ അല്ല ഈ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ എടുത്തിട്ടെ. ഞാൻ ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം എടുത്തിട്ടെ. അതിന് ഈ നാട്ടുകാരെന്തിനാ ഇങ്ങനെ പറഞ്ഞു ചിരിക്കേണ്ട ആവശ്യം എന്നാ? അത് മാത്രല്ല, ഞാൻ ഈ പ്രജീഷ് ചേട്ടനോട് ചോദിച്ചിട്ടാ ഞാൻ ഈ വീഡിയോസ് എല്ലാം എടുത്തിട്ടത്. അമ്മ ഇപ്പൊ അമ്മേന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ ജോലിക്ക് പോകുന്നില്ലേ? എനിക്ക് ഇവിടെ ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടാ? എനിക്ക് ഈ വീട്ടിലെ കാര്യവും ധ്യാനസിന്റെ കാര്യവും എല്ലാം എന്റെ തലയിലല്ലേ. പിന്നെ ഞാൻ എങ്ങനെയാ വേറൊരു ജോലിക്ക് പോകുന്നത്? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, അമ്മ ഇവിടെ ഇരുന്നോ, നാളെ മുതൽ ഞാൻ ജോലിക്ക് പോയിക്കോളാം. അതെങ്ങനെയാ ശരിയാവാ? ഞാൻ ജോലിക്ക് വേണ്ട, എന്റെ കാര്യം എല്ലാരും നടത്തുക, ഞാൻ തന്നെ നടത്തണ്ടേ? എന്നാ അതുകൊണ്ടാ ഞാൻ ഈ ജോലി തെരഞ്ഞെടുത്തത്. ഇതാണേൽ ആരുടെയും ബുദ്ധിമുട്ടിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. എന്റെ സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളും ചെയ്യാം, എല്ലാം ചെയ്യാം, വീഡിയോ എടുത്തിടാം. ഇനി എന്താന്ന് വെച്ചാ ചെയ്താ, നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കണ്ട. ഇനി എനക്കൊന്നും പറയാനില്ല. നിങ്ങളെ പാടായി, നിങ്ങൾ എന്തെങ്കിലും ആക്കി വിടും. എന്തൊരു വൃത്തിയായിട്ട് ആൾക്കാരായത്. അമ്മയോടെല്ലാം പറയേണ്ട എന്താവശ്യമുള്ളവർക്ക്? ചെയ്താലും കുറ്റം, ചെയ്തില്ലെങ്കിലും കുറ്റം. ഞാൻ എൻ്റെ വഴിക്ക് അങ്ങ് പോകുന്നില്ലേ, ആരെങ്കിലും എന്തിനേലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടാ? കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് അങ്ങ് പോവാ. ഇങ്ങനെ കണ്ടിട്ട് കുറ്റം പറഞ്ഞോളൂ.